നമസ്കാരം. ഇന്ന് മാർച്ച് 4-ാം തീയതി ബുധനാഴ്ച ഗുരുവായൂർ ക്ഷേത്രത്തിലെ 5ാം ഉത്സവമാണ് ഇന്ന്. എല്ലാവരും ആറ്റുകാൽ പൊങ്കാലയൊക്കെ ഇട്ടില്ലേ, ഭഗവതി അമ്മയ്ക്ക് ഒരു സമർപ്പണം, ആത്മസമർപ്പണം എന്ന നിലയിൽ ഒരുപാട് പേര് പൊങ്കാലയൊക്കെ ഭഗവതിക്ക് അർപ്പിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പൊങ്കാല ആശംസകൾ എന്തേ സവിധം പറയാൻ മറന്നുപോയെന്ന് കുറേ പേര് ചോദിച്ചിരുന്നു കേട്ടോ. ഇവിടെ ഗുരുവായൂരപ്പൻ്റെ ഉത്സവത്തിൽ അങ്ങനെ ലയിച്ചു പോയി. അതുകൊണ്ടാണ് ഭഗവതി അമ്മയ്ക്ക് എന്നോട് ഒരു വിരോധവും തോന്നാതിരിക്കട്ടെ അല്ലേ. എന്തായാലും 5ാം ഉത്സവത്തിന്റെ വിശേഷങ്ങൾ പറയാം. ഇന്ന് രാവിലെ അഷ്ടപതി ഉണ്ട്, 5 മണി തൊട്ട് 6 മണി വരെ. അതേമാതിരി 6:10 നാഗസ്വര കച്ചേരി തുടങ്ങും. 8:20 സംഗീത സമന്വയം. 9:30 തൊട്ട് 10:30 വരെ ആധ്യാത്മിക പ്രഭാഷണം. 10:40 മുതൽ 11:40 വരെ ദശാവതാരം നൃത്തശില്പം ഉണ്ട് കേട്ടോ. ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ വയനാടിന്റെ വകയാണത്. 11:50 മുതൽ 12:50 വരെ മോഹിനിയാട്ടമാണ്. 1 മണി തൊട്ട് 3 മണി വരെ വിവിധ കലാപരിപാടികൾ ഗുരുവായൂർ ദേവസ്വം പെൻഷനേഴ്സിന്റെ വകയായിട്ടാണ് കേട്ടോ. 3 മണി തൊട്ട് 5 മണി വരെ ഭക്തി ഗാനസുധയാണ്. 5 മണി തൊട്ട് 6 മണി വരെ കളിപ്പയറ്റാണ്. 6 മണി തൊട്ട് 7:30 വരെ ഭരതനാട്യമാണ്. 7:30 തൊട്ട് 9 മണി വരെ നൃത്യങ്ങളാണ്. കൃഷ്ണപ്രഭ ഗുരുവായൂരിന്റെ വകയാണ്. 9 മണി തൊട്ട് വയലിൻ ഫ്യൂഷനാണ്. ഗംഗാതരംഗം എന്നറിയപ്പെടുന്ന ഗംഗയുടെ, നമ്മുടെ ഗുരുവായൂർക്കാരി തന്നെയാണ് കേട്ടോ ഗംഗ എന്ന് പറഞ്ഞ അതുല്യ കലാകാരി. അവരുടെ ഫ്യൂഷൻ, അതായത് ഗംഗാതരംഗം എന്ന വയലിൻ ഫ്യൂഷനാണ്. അപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന, കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഓടി വരിക. ഒപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും പഴുക്കാമണ്ഡപം തൊഴാം. പഴുക്കാമണ്ഡപം തൊഴുന്നതിൻ്റെ പ്രത്യേകത ഞാൻ എപ്പോഴും പറയാണ്, പിന്നെയും പറയാണ്, നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹദായകനായിരിക്കുന്നതാണ് ഈ പഴുക്കാമണ്ഡപത്തിൽ എന്നാണ് പറയുക. രാജകീയ പ്രൗഢിയോടുകൂടി അനുഗ്രഹദായകനായിരിക്കുന്ന നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ്റെ മുൻപിൽ, ഈ പഴുക്കാമണ്ഡപത്തിൻ്റെ മുൻപിൽ എന്ത് പ്രാർത്ഥിച്ചാലും ശ്രീ ഗുരുവായൂരപ്പൻ തഥാസ്തു എന്ന് പറയുന്ന പറയാറ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഓടി വന്നോളൂ. ഉത്സവത്തിന് ഒരു ദിവസം പങ്കെടുക്കാൻ നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ.